ചരിത്രം നിധികുഴിച്ചിട്ട ഭൂമികയിലൂടെ. യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച് വലിയ പരീക്ഷകൾ എഴുതി പാസ്സായവരാണോ ഒരു രാജ്യത്തെ, അവിടുത്തെ ജീവിതത്തെ നിർണയിക്കുന്നത്? ഭരണസിരാ കേന്ദ്രങ്ങളിലോ ഓഫീസുകളിലോ ഇരുന്ന് അവർ സൃഷ്ടിക്കുന്ന ഫയലുകൾക്ക് വഴങ്ങാത്തവരല്ലേ സത്യത്തിൽ ആ ദൗത്യം നിർവഹിക്കുന്നത്? അതേ എന്നാണ് എന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് മനുഷ്യരെ തൊട്ട അനുഭവങ്ങൾ പറയുന്നത്. ജനസംഖ്യാ കണക്കെടുപ്പിൽ സംഖ്യയായി മാത്രം അസ്തിത്വമുള്ള അത്തരം നിരവധി മനുഷ്യ സമൂഹങ്ങളെ ഓരോ രാജ്യത്തും ഞാൻ കാണുന്നു, കണ്ടുകൊണ്ടേയിരിക്കുന്നു. 30 വർഷങ്ങളായി. അവർ നിർധനരാണ്. ഒരു ശരാശരി ജീവിതത്തിന്റെ അതിർത്തിയിൽ എത്തിക്കിട്ടിയാൽ ഭാഗ്യം. ഡിജിറ്റൽ വിപ്ലവം പൊട്ടിപ്പുറപ്പെടും മുമ്പാണ് ഞാൻ യാത്രകൾ ആരംഭിച്ചത്. കൂടുതലും പക്ഷപാതപരമായ പത്രവാർത്തകളിലും ടെലിവിഷൻ കാഴ്ചകളിലുമായി ലോകം വെളിപ്പെട്ട് കിടക്കുന്ന ആ കാലത്ത് ഒരു റിപ്പോർട്ടിങ്ങിനും വിധേയമാവാതെ ഇരുണ്ട് ജീവിച്ച ഒരു സമൂഹത്തെയാണ് കണ്ടത്. ഈജിപ്തിലെ ഖബർ വീടുകൾ തന്നെ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. എന്നാൽ 1999-ൽ, അതായത് ഡിജിറ്റൽ വെളിച്ചം മനുഷ്യജീവിതത്തിന്റെ കാണാക്കാഴ്ചകളിലേക്ക് നീണ്ടുചെന്ന ആ കാലത്തും ലഹരി ബാധിച്ച കണ്ണുകളുമായി ദാരിദ്ര്യം മാത്രം മിച്ചമാകുന്ന പരമ്പരാഗത തൊഴിലിൽ കെട്ടിയിടപ്പെട്ട് ജീവിച്ച മനുഷ്യരുമുണ്ടായിരുന്നു. ആധുനിക ലോകത്ത് ഇങ്ങനെയും ഒരു സമൂഹമോ എന്ന് അന്ധാളിച്ചു പോകുന്ന ഒരു ജനപഥത്തിന്റെ കഥയാണത്. യമനാണ് ആ കഥാഭൂമിക. പടിഞ്ഞാറ് സൂയസ് കനാലും തെക്ക് അറബിക്കടലും കിഴക്കൊമാനും വടക്ക് സൗദി അറേബ്യയും അതിരായ യമൻ എന്ന രാജ്യം ചെറുതെങ്കിലും ചരിത്രപരമായ ഖ്യാതി ചെറുതല്ല. ജനജീവിതം അത്ര സാധാരണമല്ല. ഞങ്ങൾ യമനികളെന്ന ബോധം എവിടെയും അവർ പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്നു. ബിസിനസ് സംബന്ധമായി യമനികളുമായി നേരിട്ടിടപഴകുന്നത് ഷാർജ ഓൾഡ് സൂക്കിലാണ്. അതിനു മുമ്പേ ദുബായ് കരാമയിൽ ഒരു സെയിൽസ് ബോയായി അറേബ്യൻ ജീവിതം തുടങ്ങിയ കാലം മുതൽക്കേ യമനികളെ അടുത്തറിയാൻ കഴിഞ്ഞിരുന്നു. ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ളവർ കുടിയേറി പാർക്കുന്ന UAE-യിൽ യമനികളെ വ്യത്യാസപ്പെടുത്തിയ ചില ഘടകങ്ങളുണ്ട്. അതിൽ കച്ചവടത്തിന്റെ രീതിയും സർക്കാർ തലത്തിൽ കൈവന്നിരുന്ന അധികാരലബ്ധിയുമാണ് മുന്നിട്ട് നിന്നത്. അധികാരമെന്ന് പറഞ്ഞാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെയും വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗം. 1989-ൽ ദുബായിലെത്തുന്ന കാലത്ത് ഈ രണ്ട് വിഭാഗങ്ങളിലും യമനികളെ ധാരാളമായി കണ്ടു. ഇറാനികൾക്ക് തൊട്ടുപിന്നാലെ വന്നുചേർന്നവരാണിവർ. അതിനാൽ ഇറാനികളോടൊപ്പം ഇവർക്കും സർക്കാർ വകുപ്പിൽ ജോലിയായി. ദുബായിലെ ഏതു നിരത്തുകളിലും വഴികൾ സംബന്ധിക്കുന്ന സിഗ്നലുകളിലും യമനി പോലീസ് എന്ന നിലയിലായി. ആയത്തുള്ള ഖുമൈനിയുടെ ഇറാനിൽ നിർബന്ധിത സൈനിക സേവനം വന്ന കാലത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിച്ചവരാണ് UAE-യിലേക്കുള്ള ഇറാൻ കുടിയേറ്റത്തെ ത്വരിതപ്പെടുത്തിയത്. അതിനു മുമ്പ് കടൽമാർഗം അവിടുന്ന് കച്ചവടക്കാർ ദുബായിൽ വന്നു പോകുമായിരുന്നു എന്ന് മാത്രം. ഇറാനിന്റെയും ബലൂചിസ്ഥാന്റെയും ബോർഡറിലെ മുനമ്പിൽ നിന്നും 40 മിനിറ്റ് ബോട്ടിൽ സഞ്ചരിച്ചാൽ ഷാർജയുടെയും റാസൽ ഖൈമയുടെയും അതിർത്തി പങ്കിടുന്ന തീരത്തിലെത്താം. ഇങ്ങനൊരു എളുപ്പവഴി തുറന്നുകിടന്നത് കുടിയേറ്റത്തെ എളുപ്പമാക്കിയിരുന്നു. എണ്ണയുൽപാദനം തുടങ്ങി അറബ് എമിറേറ്റ് സാമ്പത്തിക കുതിപ്പിലേക്ക് ഉയരുന്ന അക്കാലത്ത് എല്ലാ രംഗത്തും മനുഷ്യപ്രയത്നം ആവശ്യമായി വന്നതിനാൽ സമീപ അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെ ഉൾക്കൊള്ളുക ഒരു സാമൂഹിക ആവശ്യമായിരുന്നു. ഈ സാധ്യതയിലേക്കാണ് ഇറാനികൾ റാസൽ ഖൈമ തീരങ്ങളിൽ ബോട്ടിറങ്ങുന്നത്. തൊഴിലില്ലായ്മയിലും ദാരിദ്ര്യത്തിലും വലഞ്ഞ ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് തെക്കൻ സംസ്ഥാനമായ കേരളത്തിൽ നിന്നുള്ളവർ, ജീവിതാഭിവൃദ്ധി സ്വപ്നം കണ്ട് പത്തേമാരികളിൽ ഖോർഫക്കാൻ കടലോരത്ത് ഇതേ കാലത്ത് വന്നിറങ്ങിയതും കഠിനാധ്വാനികളായ അവർ സ്വീകരിക്കപ്പെട്ടതും മറ്റൊരു ചരിത്രം. ഇങ്ങനെ കേരളത്തിൽ നിന്നെത്തിയ പൂർവികരുടെ പാതയിലാണല്ലോ ഞാനും വന്നടഞ്ഞത്. അത് വിമാനമാർഗമായിരുന്നു എന്ന വ്യത്യാസം മാത്രം. അപ്പോഴേക്കും അറബ് എമിറേറ്റുകൾ ഒത്തുചേർന്ന് UAE എന്ന രാജ്യം രൂപീകൃതമായിരുന്നു. നിർബന്ധിത സൈനിക സേവനത്തിന് കീഴ്പ്പെടാതെ ദുബായിൽ എത്തിച്ചേർന്ന അനേകം ഇറാനികളിൽ ഒരാളായ ജാഫ്രി എന്ന 7 വയസ്സുകാരനാണ് പിൽക്കാലത്ത് ദുബായ് കരാമയിൽ ഞാൻ സ്വന്തമായി ഒരു ബിസിനസ് സ്ഥാപനം ആരംഭിച്ചപ്പോൾ സ്പോൺസറായി തീർന്നത്. അതിശയത്തോടെ കൗതുകങ്ങൾ ഉൾക്കൊള്ളാൻ ചരിത്രത്തിൽ ഇങ്ങനെ എത്രയെത്ര ഗതിവിഗതികൾ. UAE-യുടെ പൂർവ്വകാല സാഹചര്യങ്ങളിൽ ഗവൺമെന്റ് സർവീസുകളിലെത്തിയ ഇറാനികളും യമനികളും ഈ ഔദ്യോഗികാവസരം ബിസിനസ് സ്ഥാപനങ്ങൾ തുറക്കാനും ഉപയോഗിച്ചു. ദുബായിൽ ഞാൻ അടുത്തറിയുന്ന ലോകമായ കരാമയിൽ തന്നെ 88 ഷോപ്പുകളുടെ ഉടമസ്ഥാവകാശം യമനികൾക്കായിരുന്നു. ഇവിടെ കച്ചവടത്തിനെത്തിയ മറ്റു രാജ്യക്കാർ ഇവിടത്തെ രീതികളോടും സാഹചര്യങ്ങളോടും ഇണങ്ങി കച്ചവടം ചെയ്തപ്പോൾ
യമനികൾ തങ്ങളുടെ പരമ്പരാഗതവും പൈതൃകവുമായ രീതിയിൽ ഊന്നി നിൽക്കാനാണ് അങ്ങേയറ്റം ശ്രമിച്ചത്. അവർ എത്തിയ 50കളിൽ അവരുടെ ഇഷ്ടഭക്ഷണമായ കുഴിമന്തി വിൽക്കുന്ന റെസ്റ്റോറന്റുകൾ ദുബായിലോ അബുദാബിയിലോ ഷാർജയിലോ തുടങ്ങിയിരുന്നില്ല. പക്ഷെ അവർ തങ്ങളുടെ അടുക്കളയിൽ അതിനായി കുഴിയടുപ്പുകൾ ഉണ്ടാക്കി. അതുപോലെ പരമ്പരാഗത വേഷത്തിന് പ്രൗഢി നൽകുന്ന കഞ്ചറും ബെൽറ്റും, അതായത് കത്തിയും ഉറയും, ഇവിടെയും അരയിൽ അവർ കൊണ്ടു നടന്നു. കത്തി കൊണ്ടു നടക്കുന്നത് എമിറേറ്റ്സിൽ അനുവദിക്കപ്പെടാതായപ്പോഴും പ്രതീകാത്മകമായി അത് കൊണ്ടു നടന്നു. ബെൽറ്റിനോടൊപ്പം കത്തിയുടെ ആകൃതിയുള്ള ഉറയുമായി. കത്തി ഒരു വിശിഷ്ട വസ്തുവെപ്പോലെ വെൽവെറ്റ് പാകിയ പെട്ടിയിൽ സൂക്ഷിച്ചു. കത്തിയുടെ പിടിയിലെ അലങ്കാരവും തോലുറയുടെ ഗുണനിലവാരവും വെച്ച് അവർ പരസ്പരം തങ്ങളുടെ സാമൂഹികമായ വലിപ്പച്ചെറുപ്പം പ്രകടമാക്കിയിരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം. ഇവർക്ക് പിന്നാലെ വന്ന വ്യാപാരത്തിലേർപ്പെട്ട മറ്റു രാജ്യക്കാർ ബഹുദൂരം മുന്നേറിയപ്പോൾ യമനികൾ പിന്നാക്കം പോയത് അവർ ഇതുപോലെ വ്യക്തിജീവിതത്തിൽ കൊണ്ടുനടന്ന യാഥാസ്ഥിതിക മനോഭാവം ബിസിനസ്സിലും കലർത്തിയതിനാലാണ് എന്ന് തോന്നിയിട്ടുണ്ട്. കരാമയിൽ എങ്ങും യമനി ഷോപ്പുകൾ നിറഞ്ഞു നിന്നതിനാൽ അവരുമായി ഇടപഴകാനും അവരുടെ ഭാഷ വശമാക്കാനും കഴിഞ്ഞു. പിൽക്കാലത്ത് കലയുടെ കച്ചവടപാതയിലൂടെ പല രാജ്യങ്ങളിലെന്ന പോലെ യമനിലും എത്തിച്ചേർന്നപ്പോൾ തലസ്ഥാന നഗരമായ സനയയിലും മറ്റൊരു വലിയ പട്ടണമായ മെദനിലുമൊക്കെ എന്റെ പ്രവർത്തനം അത്ര പ്രയാസകരമല്ലാതാക്കി തീർത്തത് ഈ ഭാഷാപരിചയമാണ്. ആ നേട്ടങ്ങളെപ്പറ്റിയല്ല ഇവിടെ പറയാനുള്ളത്. പകരം ബിസിനസ് നേട്ടങ്ങളെ കാര്യമാക്കാതെ ഒരു വിഭാഗം ജനതയുടെ പുനരുജ്ജീവനത്തിന് ചിലതെല്ലാം ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടതിനെ പറ്റിയാണ്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലും കോട്ടേജ് ഇൻഡസ്ട്രിയിലും മുഴുകി വ്യത്യസ്തമായൊരു മേഖല സൃഷ്ടിച്ച് അതിൽ ചരിക്കുന്നതിനാലാവാം ചില രാജ്യങ്ങളിലെ ചില കോണുകളിലെ ഒരു പ്രത്യേക ജനസമൂഹത്തിന് താങ്ങായി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ ചെന്നെത്തുന്നത്. എല്ലാ ഭൗതിക നേട്ടങ്ങൾക്കുമപ്പുറം ഇങ്ങനെ ഒരു ദൗത്യം ഞാൻ അറിയാതെ വന്നു പെട്ടതാണ് അനുഭവങ്ങളെ സമ്പന്നമാക്കിയത്, തീക്ഷ്ണമാക്കിയത്. ചരിത്രത്തിലും മനുഷ്യന്റെ അവസ്ഥാന്തരങ്ങളിലുമുള്ള താൽപ്പര്യമാണ് ആദ്യഘട്ടത്തിന് ശേഷം ഈ ബിസിനസ്സിൽ എനിക്ക് ഊർജമായി തീർന്നത്. യമനിന്റെ തലസ്ഥാനമായ സനയയിൽ ചെന്നിറങ്ങുന്നത് തന്നെ ഇവ രണ്ടിന്റെയും മധ്യത്തിലേക്കാണ്. 10,000-ലേറെ കൊല്ലത്തെ ചരിത്രമാണ് യമനിൻ്റെതായി നമുക്ക് വായിക്കാൻ കിട്ടുക. പ്രവാചകൻ മുഹമ്മദിലൂടെ മക്കയിൽ അവതരിച്ച ഇസ്ലാം സൗദിയിലാകെയും തുടർന്ന് സമീപ രാജ്യങ്ങളിലേക്കും ഒഴുകിപ്പരന്ന സമയം യമനിന്റെ തലസ്ഥാന നഗരിയായ സനയയിൽ ഒരു പള്ളി ഉയർന്നു. ഈ പള്ളിക്കു ചുറ്റുമാണ് യമൻ സ്വീകരിച്ച ഇസ്ലാം വിശ്വാസ സംഹിത മാത്രമല്ല സാമൂഹിക ജീവിതവും തിടം വച്ചത്. സമീപ പ്രദേശങ്ങളിലെ മലകളിൽ നിന്നുള്ള പടുകൂറ്റൻ കല്ലുകൾ കൊണ്ട് ഈജിപ്തിന്റെ പിരമിഡ് നിർമ്മാണം പോലെ കെട്ടിപ്പടുത്ത പള്ളി അവിടെ ഇന്നും നിലനിൽക്കുന്നു. ഖുർആനിന്റെ അവതരണകാലത്തിന് തൊട്ടു പിന്നാലെ പണിത പള്ളി നൂറ്റാണ്ടുകളെ അതിജീവിച്ചിപ്പോഴും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ കാലാകാലങ്ങളിലുള്ള പരിഷ്കരണവും പരിചരണവും അതിന് ലഭ്യമായിട്ടുണ്ടെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. 1999 മാർച്ച് 14 സൗദി എയർലൈൻസിൽ സനയയിൽ എത്തിച്ചേരുന്നു. എത്തിയപാടെ ആദ്യം തേടിപ്പിടിച്ചത് ഈ പള്ളിയാണ്. ആ പള്ളിക്കു ചുറ്റും ഒരു മാർക്കറ്റ് ശൃംഖല വിന്യസിച്ചിരിക്കുന്നു. ഒരു ജനപഥം കടന്നുപോയ കാൽപ്പാടുകൾ പതിഞ്ഞു കിടക്കും പോലെയുള്ള ദൃശ്യങ്ങൾ അവിടെ കാണാം. പള്ളിയുടെ ആവിർഭാവം മുതൽ അവിടേക്ക് കാലങ്ങളായി ഒഴുകിയെത്തിയ ജനപ്രവാഹത്തിന് ചുറ്റും സ്വാഭാവികതയോടെ ഉയർന്നുവന്ന ഒരു മാർക്കറ്റാണതെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഒരു വിശ്വാസ സമൂഹത്തിന്റെ അനുഷ്ഠാന ജീവിതം ആവശ്യപ്പെടുന്നതൊക്കെയും, അത് പ്രാർത്ഥനയാവാം, വസ്ത്രധാരണമാവാം, വേഷഭൂഷാദികളാകാം, അതിനോടനുബന്ധമായ പലതുമാകാം. അത് നിവർത്തിച്ചു നൽകുന്ന കൊച്ചു കൊച്ചു കടകൾ ഒന്നു ചേർന്ന് രൂപപ്പെട്ടതുപോലെയായിരുന്നു മാർക്കറ്റിന്റെ പൊതുഘടന. പൗരാണികത തൊട്ടെടുക്കാവുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും തലപ്പാവുകളും ഊന്നുവടികളും മുതൽ വിളക്കുകളും പാത്രങ്ങളും പാതകങ്ങൾ വരെയും അവിടെ സന്ദർശകരെ കാത്തിരിക്കുന്നു. എല്ലാം ടൂറിസ്റ്റുകൾക്ക് കൗതുകമുണ്ടാക്കുന്നവ. പക്ഷെ അവരുടെ മനോഭാവത്തോടെ അല്ലല്ലോ എനിക്ക് അവയോടുണ്ടാവേണ്ട സമീപനം. ചരിത്രത്തിന്റെ അവശേഷിപ്പുകളിൽ തെളിയുന്ന വ്യാപാര സാധ്യതയാണ് ഇത്തരം മാർക്കറ്റുകളിൽ എത്തുമ്പോൾ മനസ്സിന്റെ പ്രധാന പരിഗണന. ഏതൊന്ന് കണ്ടാലും അതിന്റെ വർദ്ധിച്ച ലഭ്യത, വിലനിലവാരം, ഗുണമേന്മ, ഉപയോഗരീതി, ദുബായ് മാർക്കറ്റിൽ അതിനുണ്ടാകുന്ന വിപണി മൂല്യമൊക്കെയും നോക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു ബിസിനസിന്റെ ചിട്ടപ്പെടുത്തിയ വശങ്ങളാണ്. എന്നാൽ അത് ലഭ്യമാകുന്ന ഇടങ്ങളും അതിന്റെ പിന്നിൽ ജീവിക്കുന്ന മനുഷ്യരും ആവശ്യപ്പെടുന്ന ചില ചിട്ടവട്ടങ്ങളുണ്ട്.
ഓരോ രാജ്യത്തും അവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾ വെച്ച് അത് വ്യത്യാസപ്പെട്ടിരിക്കുമെന്നാണ് അനുഭവം. ഒരു മോൾഡ് ഉണ്ടാക്കി അതിലൂടെ ലക്ഷക്കണക്കിന് കോളക്കുപ്പികളും ക്യാനുകളും ഒരു ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് പോലെ അല്ലല്ലോ ഇത്തരം മാർക്കറ്റുകളിൽ കാണുന്ന സാധനങ്ങളൊക്കെയും നിർമ്മിച്ചിട്ടുള്ളത്. 300ഓളം ഒട്ടകങ്ങളെ കെട്ടിയിടാനും സാർദ്ധവാഹക സംഘങ്ങൾക്ക് താമസിക്കാനുമായി ഉണ്ടാക്കിയ ഒരു സ്ഥലം പള്ളിക്ക് സമീപം ഉണ്ടായിരുന്നു. ഈ പൗരാണിക മസ്ജിദിന് ചുറ്റുമായി തിടംവച്ചു വളർന്ന വ്യാപാര ചരിതം പറഞ്ഞു തരാൻ അത് ധാരാളം. ഒട്ടകങ്ങളുടെ മുതുകിൽ ചവിട്ടി വേണം ഡോർമെറ്ററി പോലെ തട്ടുതട്ടായി നിർമ്മിച്ച ഉറക്കറയിലേക്ക് ആളുകൾ കയറേണ്ടിയിരുന്നത്. പലകകൾ കൊണ്ടുണ്ടാക്കിയ ആ കിടപ്പറകൾ ഇപ്പോഴും വലിയ കേടുപാടുകൾ സംഭവിക്കാതെ കാലത്തിന് നേർക്ക് കണ്ണും തുറന്നിരിക്കുന്നു. പള്ളിക്ക് ചുറ്റും 3 കുളങ്ങളുണ്ട്. പള്ളി നിർമ്മിക്കാൻ മണ്ണെടുത്തുണ്ടായ വലിയ കുളങ്ങൾ. ചുറ്റുമതിൽ കെട്ടിയും പടവുകൾ തീർത്തും അത് സംരക്ഷിച്ചിരിക്കുന്നു. ഹൃദയമില്ലാത്ത യന്ത്രവും ഹൃദയമുള്ള മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം ഈ ഉൽപ്പന്നങ്ങളുടെ രൂപത്തിലും ഗന്ധത്തിലുമുണ്ടാകും. മനുഷ്യകരങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നിനോട് തികഞ്ഞ മാനുഷികതയോടെ സമീപിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരം. ഒരു മാർക്കറ്റിൽ വന്ന് കുറെ സാധനം വാങ്ങിപ്പോകുന്ന ഒരാൾക്ക് ഇതൊന്നും അത്ര ബാധകമല്ല. എന്നാൽ എന്നെപ്പോലെ ഒരു പ്രത്യേക സമൂഹത്തിനിടയിൽ കോട്ടേജ് ഇൻഡസ്ട്രി സ്ഥാപിക്കാൻ യത്നിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ സമീപനം ആവശ്യമാണ്. അങ്ങനെയായിട്ടും പക്ഷേ മറ്റു രാജ്യങ്ങളിൽ ചെയ്തതുപോലെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലും കോട്ടേജ് ഇൻഡസ്ട്രിയിലും ഊന്നിയുള്ള പ്രവർത്തനങ്ങൾ യമനിൽ കാര്യമായി കൊണ്ടുവരാനായില്ല. കാരണം ഞാനിവിടെ അനുഭവിച്ചറിഞ്ഞ മനുഷ്യരുടെ പ്രശ്നങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. തദ്ദേശവാസികളിലേക്ക് ഇറങ്ങാൻ ഈജിപ്തിൽ സ്വീകരിച്ച അതേ മാർഗമാണ് ഇവിടെയും അവലംബിച്ചത്. പള്ളിയിൽ പ്രഭാത പ്രാർത്ഥനയ്ക്കെത്തുന്നവരുടെയും ഭക്ഷണത്തിനിരിക്കുന്നവരുടെയും കൂടെ അവരിൽ ഒരാളായി ചേരുക. പള്ളിപ്പരിസരത്ത് ചെറുതും വലുതുമായി കുറേയധികം ആഹാരശാലകൾ ഉണ്ടായിരുന്നു. തളിക പോലെ പരന്ന വലിയ ചെമ്പുപാത്രത്തിനു ചുറ്റും 5-6 പേർ കൂടിയിരുന്നാണ് ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്. എത്തിച്ചേരുന്നിടത്തെ സംസ്കാരവുമായി ലയിച്ചു ചേരുന്നത് ഇതിനകം ഒരു ശീലമായി മാറിയിരുന്നതിനാൽ ഭക്ഷണപാത്രത്തിൽ കൈയിടുന്ന ഒരാളായി അവർക്കിടയിൽ ഇരിക്കാൻ മടിയുണ്ടായില്ല. കൂടെയുണ്ടായിരുന്നവരൊക്കെയും മാർക്കറ്റിലെ ചെറുകിട കച്ചവടക്കാരായിരുന്നു. ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോഴേക്കും തളികയ്ക്ക് ചുറ്റിനുമിരുന്ന് എല്ലാവരുമായി ലോഹ്യം പറഞ്ഞും ചോദ്യങ്ങൾ ചോദിച്ചും തമാശ പറഞ്ഞും ഒരടുപ്പമുണ്ടാക്കി കഴിഞ്ഞു. 6-7 ദിവസത്തെ അവരോടൊത്തുള്ള സഹവാസം കൊണ്ട് ബിസിനസ് രീതികളെക്കാളും അറിയേണ്ടി വന്നത് യമനികളുടെ അരക്ഷിത ജീവിതമാണ്. UAE-യിൽ കണ്ട യമനികളെ ഇവിടെ കാണാനേയില്ല. ഖാത്ത് എന്ന ലഹരിപ്പുല്ല് ചവച്ചുന്മത്തരായി ബോധം പകുതി നശിച്ചവരാണ് പലരും. കാശുള്ളവരും ഇല്ലാത്തവരും ജോലിയുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഭാഗും ചരസും പോലുള്ള ഖാത്തിന്റെ ഇരകളാണ്. സന്തോഷം കൊണ്ടാടാനും വിഷമം കടിച്ചമർത്താനും ഇവർ ഇതിനെ കൂട്ടുപിടിക്കുന്നു. ഖാത്ത് ചെടിയുടെ പുല്ലുപോലെ നീണ്ട ഇലകൾ ഉണക്കിപ്പൊടിച്ചും പച്ചയ്ക്ക് ചവച്ചും ലഹരിയൂറ്റുകയാണ് ഇവരുടെ മുഖ്യ തൊഴിലെന്ന് തോന്നിപ്പോകുന്നത്ര അടിപ്പെട്ട ഒരു ജീവിതം കണ്ട് ഞെട്ടിപ്പോയി. കവിളുകൾക്കുള്ളിൽ സദാ അതിന്റെ വീർപ്പാണ്. ലഹരി തലയ്ക്ക് പിടിച്ച് വീണുകിടക്കുന്നവർ ഒരു സാധാരണ കാഴ്ചയാണെന്ന് പറഞ്ഞാൽ ചിത്രം പൂർത്തിയായി. ഖാത്തിന്റെ കൃഷിയും ഉപഭോഗവും നിയമവിധേയമായതാണ് എല്ലാറ്റിനും കാരണമെന്നൊരു വിഭാഗം പറയുമ്പോൾ, നിയമം അനുവദിക്കുന്നില്ലെങ്കിൽ അനധികൃതമായ കൃഷിയിലേക്കും ലഹരി കടത്തും രഹസ്യ സങ്കേതങ്ങൾ വഴിയുള്ള അതിന്റെ വിൽപ്പനയും അതിനു ചുറ്റും വളർന്നു പന്തലിക്കുന്ന ഒരു ഗാങ്സ്റ്റേഴ്സും വിപണി മേധാവിത്വത്തിന് വേണ്ടിയുള്ള രക്തച്ചൊരിച്ചിലുകളും ആഭ്യന്തര പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായി രാജ്യം കലുഷിതമാകുമെന്ന് മറുഭാഗം പറയുന്നു. മടുപ്പിക്കുന്ന ഈ കാഴ്ചകൾ സഹതാപമാണ് ഉണർത്തിയത്. ക്രിമിനലുകൾ തോക്കുമായി വാഴുന്ന നെയ്റോബിയിൽ കണ്ടത്ര ഭീകരാവസ്ഥ ഇവിടെ ഇല്ലല്ലോ എന്ന വീണ്ടുവിചാരം പിടിച്ചു നിർത്തി. ഖാത്തുപയോഗിക്കാത്ത ഒരു ജനവിഭാഗവും ഉണ്ടെന്നതിനെ കാണാതെ പോകരുതെന്ന് ഉപബോധ മനസ്സും ഉപദേശിച്ചു. ഖാത്തിന്റെ പിടിയിലമർന്ന പരിസരങ്ങൾ വിട്ട് സനയയുടെ മറ്റൊരു ഭാഗത്തേക്കായി അതോടെ യാത്ര. ഇന്ത്യൻ കച്ചവടക്കാരനാണെന്നറിഞ്ഞ് അടുത്തുകൂടിയ ചിലർ ഖാത്ത് ബിസിനസ്സിൽ ഏർപ്പെട്ടാൽ അതൊരു വലിയ ധനമാർഗമാകുമെന്ന രീതിയിൽ എന്നെ സമീപിക്കുക പോലുമുണ്ടായ ഒരു ഘട്ടത്തിലായിരുന്നു അങ്ങനൊരു പലായനത്തിന് ഞാൻ നിർബന്ധിതനായത്. പ്രാചീന സംസ്കൃതി ചൂഴുന്ന പള്ളിപ്പരിസരവും മാർക്കറ്റും വിട്ടുപോകുന്നതിൽ ദുഃഖമുണ്ടായിരുന്നു. എന്നാൽ എത്തിച്ചേർന്നതോ ഒരു വിസ്മയത്തിലേക്കും. ചരിത്രപുസ്തകങ്ങളിൽ നാം കണ്ട നാട്ടുരാജാക്കന്മാരുടേതുപോലുള്ള ഒരു ഭരണ സംവിധാനത്തെയും അതിനെ അനുസരിക്കുന്ന ഒരു ജനതയെയുമാണ്
സനയ നഗരം വിട്ട് എത്തിച്ചേർന്ന വില്ലേജുകളിൽ കണ്ടത്. അങ്ങനെ ഒന്നിനെ ഈ ആധുനിക ലോകക്രമത്തിൽ കണ്ടാൽ ആരും വിസ്മയിച്ചു പോവുകയേയുള്ളൂ. 50 വീടുകൾ ചേരുന്ന ഓരോ യൂണിറ്റിനും ഓരോ മുഖ്യൻ. പഴയ നാട്ടുരാജാവിന്റെ ചെറുപതിപ്പ്. തിരുവായ്ക്കെതിർവ ആരിൽ നിന്നുമില്ല. അവിടുത്തെ സാമൂഹികാവസ്ഥ അറിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ക്രമമുണ്ടായതിൻ്റെയും അത് നിലനിൽക്കുന്നതിൻ്റെയും ന്യായം മനസ്സിലായത്. ദിശാബോധമില്ലാതെ ജീവിക്കുകയാണ് അപ്പോൾ ഗ്രാമീണ ജനതയിൽ ഏറിയ പങ്കും. എന്ത് തൊഴിൽ ചെയ്യണമെന്നോ, എന്ത് കൃഷി ചെയ്താലാണ് കൂടുതൽ ലാഭം കിട്ടുന്നതെന്നോ, ജോലിക്ക് ആര് കൂലി തരുമെന്നോ ഒന്നും അറിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു ജനതയുടെ ഭാഗതയെ ഏറ്റെടുക്കാൻ ആര് മുന്നോട്ട് വരുന്നുവോ അവരെ ജനങ്ങൾ അനുസരിക്കും, അംഗീകരിക്കും, ആദരിക്കും. ഇങ്ങനെ മുന്നോട്ട് വന്നവരാണ് മുഖ്യനായി മാറിയിട്ടുള്ളത്. 50 വീടിനൊരു മുഖ്യനെന്നാൽ കുറഞ്ഞത് 250-300 ആളുകളുടെ അന്നദാതാവ്, രക്ഷകൻ എന്നൊക്കെയാണ് അർത്ഥം. എവിടെയും ഏതു കാലത്തും മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണെന്ന പരമസത്യം ഇവിടെയും ഞാൻ ആവർത്തിച്ചറിയുകയായി. ഈ വരണ്ട ഭൂമിയിൽ നിന്ന് എന്തു കണ്ടെത്താൻ? സനയയിൽ നിന്ന് എന്നെ എന്തിനാണ് താങ്കൾ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്? യമനിൽ സഹായിയായി കൂടിയ അബുവിനോട് ഞാൻ ചോദിച്ചു. എന്റെ ബിസിനസിന്റെ പ്രകൃതം എന്തെന്ന്, അതിന്റെ പ്രത്യേകതകൾ എന്തെന്ന്, അതിനാവശ്യമായ വിഭവങ്ങൾ എന്തെന്ന് അബുവിനോട് പല ദിവസങ്ങൾ കൊണ്ട് വിശദമാക്കിയതാണ്. സനയയിലെ മോസ്ക് മാർക്കറ്റിൽ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ചെറിയൊരു ഷോപ്പ് നടത്തുന്നത് കണ്ടാണ് അബുവിനെ സമീപിച്ചത്. അതേ അഭിരുചിയുള്ള ഒരാളെ ഒപ്പം കൂട്ടുന്നത് വഴികാട്ടാൻ ഉപകരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷെ എന്നെക്കൊണ്ട് എത്തിച്ചതോ ജീവിതം ചോദ്യചിഹ്നമായി തീർന്ന ഒരുപറ്റം ഗ്രാമീണ മനുഷ്യരുടെ ഇടയിലേക്കും. അങ്ങേയറ്റം ക്ഷമ പാലിച്ച് ഞാൻ പറഞ്ഞതൊക്കെ ശാന്തമായി കേട്ടുനിന്ന അബു ചോദിച്ചു, പോയ രാജ്യത്തൊക്കെ തൊഴിൽശാല കെട്ടിപ്പടുത്ത ആളാണല്ലോ താങ്കൾ. ഇവിടെയും അത് ചെയ്യാൻ സാധിച്ചാൽ മറ്റെവിടത്തേക്കാളും താങ്കൾ ഇവിടെ സ്വീകാര്യനാകും. താങ്കളെ ഇവർ തലയിലേറ്റി നടക്കും. ഒരു സാധ്യതയുമില്ലാത്ത ഒരു കാര്യം കേട്ട പോലെ ഞാൻ ചിരിച്ചു. അപ്പോഴും അബു ഗൗരവത്തിലായിരുന്നു. അയാൾ പറഞ്ഞു, 10,000-ത്തിലധികം കൊല്ലത്തെ ചരിത്രമുള്ള ഒരു രാജ്യമാണ് യമനെന്നറിയാമല്ലോ. മറ്റൊന്നും ഇവിടെ താങ്കൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ചരിത്രം കാണാതെ പോകരുത്. സംശയം തീരാതെ അബുവിനെ ഉറ്റുനോക്കുന്ന നിമിഷങ്ങളിൽ ഒരു കൊച്ചു കടയുടമ എന്നതിനപ്പുറം സ്വന്തം ദേശത്തിന്റെ ചിരപുരാതന ചരിത്രത്തിൽ തീർപ്പുകളുള്ള ഒരാൾ തെളിഞ്ഞു വരികയായിരുന്നു. സന്ദേഹിയായി നിൽക്കുമ്പോഴും അയാളുടെ മുഖത്ത് ശുഭപ്രതീക്ഷ മുട്ടിട്ട് നിൽക്കുന്നതിന്റെ പൊരുളെന്താണെന്ന് പോകെ പോകെ അറിഞ്ഞു. ഗ്രാമത്തിലെ ഒരു പ്രധാന മുഖ്യന്റെ അടുത്തേക്കാണ് പിന്നെ ഞങ്ങൾ പോയത്. എന്നെക്കുറിച്ച് അബു വിശദമായി മുഖ്യനോട് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞ് അദ്ദേഹം ഒറ്റ ചോദ്യമായിരുന്നു, താങ്കൾക്കിവിടെ എത്ര പേർക്ക് ജോലി കൊടുക്കാനാകും? പെട്ടെന്ന് മറുപടി പറയാൻ പറ്റാത്ത ഒരു ചോദ്യമാണല്ലോ അത്. അതിനാദ്യം അറിയേണ്ടത് ഇവിടെ അതിന് എത്രമാത്രം സാധ്യതയുണ്ടെന്നാണ്. യമനി ഭാഷ വശമുണ്ടായിരുന്നതുകൊണ്ട് അബുവിന്റെ വിവർത്തനമില്ലാതെ മുഖ്യനോട് നേരിട്ട് ഇടപഴകാനായി. യമനികൾ പരമ്പരാഗത വസ്ത്രധാരണത്തോടൊപ്പം അരയിലണിയുന്ന കഞ്ചറും ബെൽറ്റും അതിന്റെ ഉറവിടത്തിൽ നിന്ന് തന്നെ കണ്ടെത്താനാണ്, അതിന്റെ വൈവിധ്യങ്ങൾ അറിഞ്ഞുള്ളൊരു നിർമ്മിതിക്കാണ് വന്നതെന്നറിഞ്ഞപ്പോൾ മുഖ്യന് സന്തോഷമായി. ആരെങ്കിലും കയറ്റുമതി ചെയ്യുന്നത് വാങ്ങി ദുബായിൽ ഒരിടത്ത് സ്വസ്ഥതയോടെ ഇരുന്ന് വിൽപ്പന നടത്തി ലാഭമെടുക്കുക എന്ന സാധാരണ രീതിയല്ല ഞാൻ പുലർത്തുന്നത് എന്നറിഞ്ഞ അദ്ദേഹത്തിന് എന്നോട് പറയാൻ ധാരാളമുണ്ടായിരുന്നു. യമന്റെ ഭൂതവും വർത്തമാനവും ഇടകലർത്തിയുള്ള അദ്ദേഹത്തിന്റെ സംസാരം കടന്നുപോയത് യമനിന്റെ ആത്മാവിലൂടെയാണ്. ഗതകാലങ്ങളെപ്പറ്റി ആഴത്തിൽ അറിവുണ്ടായിരുന്ന ആ ഗ്രാമമുഖ്യൻ പറഞ്ഞതിന്റെ കാതലായ കാര്യങ്ങളിൽ എന്നെ ഏറ്റവും ത്രസിപ്പിച്ച ഭാഗമിതാണ്. മുഹമ്മദ് എന്ന നിരക്ഷരനിലൂടെ ഒരു അത്ഭുതമായി ഖുർആൻ സൂക്തങ്ങൾ പല ഘട്ടങ്ങളായി അവതരിക്കുമ്പോൾ അതിന് ചുറ്റുപാടുള്ള അറേബ്യൻ ലോകക്രമം നിലനിന്നിരുന്നത് അധാർമികതയിലും അരാജകത്വത്തിലുമാണ്. മുഹമ്മദിന്റെ ദൈവിക ഉദ്ബോധനം കേട്ട് ഇസ്ലാം മതവിശ്വാസം ആശ്ലേഷിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുമ്പോൾ അവർ അതുവരെ കൊണ്ടുനടന്ന ദുഷ്സ്വഭാവത്തോടൊപ്പം ആഭരണങ്ങളും ഉപേക്ഷിച്ചിരുന്നു. പല സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും പുണർന്നു ജീവിച്ച സ്ത്രീകൾ അതിന്റെ ഭാഗമായി ധാരാളം ആഭരണങ്ങൾ അണിഞ്ഞ് നടക്കുന്നവരായിരുന്നു. ആയിരക്കണക്കിന് സ്ത്രീകൾ അഴിച്ചുകളഞ്ഞ ആഭരണങ്ങളുടെ ശേഖരം തലമുറകളായി പല കൈകൾ മറിഞ്ഞ്
യമനിന്റെ പല ഭാഗങ്ങളിലായി ഇന്ന് ആർക്കും വേണ്ടാതെ കിടപ്പുണ്ട്. ജൂയിഷ് വംശമെന്ന പോലെ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ പല വംശങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെ പ്രതിഫലനം ആ ആഭരണങ്ങളിൽ നിന്ന് ഗവേഷണ തൽപരർക്ക് കണ്ടെത്താം. ചരിത്രം നിധികുഴിച്ചിട്ട മണ്ണിൽ ചവിട്ടിയാണ് നിൽക്കുന്നതെന്നതിന് ഇതിൽ കൂടുതൽ വിവരണങ്ങൾ വേണ്ട. മുഖ്യൻ പോയ നൂറ്റാണ്ടുകളുടെ അവശേഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ട ആ ആഭരണങ്ങൾ ഒരു യാഥാർത്ഥ്യമായി കൺമുമ്പിലെത്തുമെങ്കിൽ ഞാൻ കൈക്കൊണ്ട ജീവിതത്തിന് തന്നെ അത് വേറിട്ടൊരർത്ഥം നൽകും. അറേബ്യൻ മണ്ണിൽ ആവിർഭവിച്ച ഒരു മഹത്തായ വിശ്വാസത്തിന്റെയും അതിനെ അക്കാലത്ത് പിൻപറ്റിയ ജനസഞ്ചയത്തിന്റെയും അവ്യാഖ്യേയമായ ചരിത്രം മുദ്രണം ചാർത്തിയ ആ ആഭരണങ്ങൾ എങ്ങനെയും തിരഞ്ഞുപിടിക്കാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. മുഖ്യനെ സംബന്ധിച്ചും അതിന്റെ കണ്ടെത്തൽ ഒരാവശ്യമായിരുന്നു. തന്റെ പ്രജകൾക്ക് തൊഴിൽ നൽകാൻ ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ. ആഭരണങ്ങൾ വീണ്ടെടുക്കേണ്ട മാർഗങ്ങളെപ്പറ്റി അതിന് കഴിവുള്ളവരെ വിളിച്ചു വരുത്തി അവരുമായി മുഖ്യൻ ആലോചനായോഗം കൂടി. അനന്തരം ആളുകൾ പല ദിക്കിലേക്കും പാഞ്ഞു. 3-4 ദിവസത്തെ അലച്ചിലൂടെ അവർ തിരിച്ചുവരാൻ തുടങ്ങി. അവർ പൊതിയഴിച്ചു കാണിച്ചതൊക്കെയും അനാദികാലത്തിന്റെ കരിപുരണ്ട പോലെ മുഷിഞ്ഞതായിരുന്നു. അത് ക്ലീൻ ചെയ്യലായി അടുത്ത പണി. അഴുക്കുമാറി അതിൽ തെളിഞ്ഞു വന്നത് നക്ഷത്രത്തിളക്കം. രത്നവും മുത്തും പവിഴവും വെള്ളിയും ചെമ്പും പിന്നെ പേരു പറയാനാവാത്ത ഏതെല്ലാമോ ലോഹങ്ങളും ഇടകലർന്നും ഇഴചേർക്കപ്പെട്ടതുമായ ആഭരണങ്ങളായിരുന്നു അത്. ഓരോന്നിനും അതിന്റെ വലിപ്പവും പഴക്കവും നിർമ്മാണ രീതിയും മുൻനിർത്തി മുഖ്യൻ വിലയിട്ടു. വിലപേശലില്ലാതെ ഞാൻ വാങ്ങണം, അങ്ങനൊരു ഉപാധിയും മുഖ്യൻ വെച്ചിട്ടുണ്ട്. ഞാനത് അംഗീകരിക്കുകയാണ് ചെയ്തത്. ലാഭനഷ്ടത്തെപ്പറ്റിയാണ് ആദ്യം ചിന്തിക്കുന്നതെങ്കിൽ ഏതു നിലയ്ക്കും അഡ്വഞ്ചറായി നിൽക്കുന്ന ഇങ്ങനെ ഒരു ബിസിനസ് ഇത്രകാലം ചെയ്യാനാവില്ലല്ലോ. വാങ്ങാൻ ആളുണ്ടെന്നാൽ വിൽക്കാനുള്ളവ മുളച്ചുവരും എന്ന നാട്ടുമൊഴിയെ കൂട്ടുപിടിച്ചാലെന്ന പോലെയായി പിന്നെ ആ ഗ്രാമത്തിന്റെ കാര്യക്ഷമത. മുഖ്യന്റെ പ്രജകൾ എത്രയോ മൈലുകൾ സഞ്ചരിച്ച് യമനിന്റെ ഏതെല്ലാമോ ദേശങ്ങളിൽ ചെന്ന് പര്യവേഷണം നടത്തുകയും അവിടെ നിന്ന് ചരിത്രം തൊട്ടെടുക്കാവുന്ന സാധന സാമഗ്രികളുമായി തിരിച്ചെത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. ആഭരണങ്ങൾക്ക് പുറമേ പലതരം പാത്രങ്ങൾ, പല നിറത്തിലുള്ള ചില്ലുഭരണികൾ, വിളക്കുകൾ, ലോഹക്കൂടുകളിൽ തീർത്ത ശില്പങ്ങൾ, അങ്ങനെ പലതും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പൂപ്പലും ക്ലാവും മണ്ണും പൊടിയുമൊക്കെ പിടിച്ചുകിടന്ന അവയെ ശുദ്ധീകരിച്ചെടുക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. ആ ജോലിക്ക് ചുറ്റും കൂടിയ ഗ്രാമീണരെ ഉൾപ്പെടുത്തി ഒരു യൂണിറ്റ് ആരംഭിച്ചു. ക്ലീൻ ചെയ്തെടുക്കുന്ന സാധനങ്ങളെ വാല്യൂ ആഡഡ് പ്രോഡക്റ്റായി ഉയർത്തുന്നതിന് അതിൽ പുതിയ ചിലതൊക്കെ ചേർത്തുകൊണ്ടുള്ള കൈവേലകൾക്ക് അതിന് സമർത്ഥരായവരെ കണ്ടെത്തുകയും ചെയ്തു. ഇങ്ങനെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റിന്റെ ഒരു മേഖലയിലേക്ക് അവർ അറിയാതെ കടന്നുവരികയായി. എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന ചോദ്യത്തിന് ഇതൊക്കെയും ഉത്തരം നൽകി തുടങ്ങുകയായിരുന്നു. 2 ആഴ്ച കൊണ്ട് 700-ൽ പരം ഇസ്ലാമിക് ജൂയിഷ് ആഭരണങ്ങൾ യൂണിറ്റിലെത്തി. ഡയമണ്ടുകളിൽ താരമായ റെഡ് ഡയമണ്ടിന്റെ ഒപ്പം നിൽക്കാവുന്നത്ര വിലമതിക്കുന്നവയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. അതിന്റെ വില ഡോളറിൽ കണക്കാക്കാൻ ആർക്കും കഴിയും. എന്നാൽ അതിന്റെ മൂല്യം, അതിലുറങ്ങുന്ന ചരിത്രം, ഉറഞ്ഞുകിടക്കുന്ന കാലം, അതെല്ലാം മാർക്ക് ചെയ്യാവുന്നതിനും അപ്പുറമാണ്. ഇതിന്റെ യഥാർത്ഥ വിലയും അതുതന്നെ. ഗ്രാമീണർക്ക് തൊഴിൽ ലഭ്യത ഏറുന്നതിനനുസരിച്ച് അവരുടെ ജീവിത രീതികളിലും മാറ്റങ്ങൾ വന്നു. ഖാത്തിന്റെ ലഹരി വിട്ടുണർന്നതായിരുന്നു ഏറ്റവും വലിയ മാറ്റം. ഒരു ഭക്ഷണത്തളികയ്ക്ക് ചുറ്റും 10 പേർ തിങ്ങി നിന്നെടുത്തു നിന്ന് അത് 5 ചുരുങ്ങിയതും ഇങ്ങനെ പോയാൽ 3 എന്ന നിലയിലേക്ക് അത് മാറുമെന്നും മുഖ്യൻ കണക്കുകൂട്ടി പറഞ്ഞത് തൊഴിൽദാതാവായ എനിക്ക് നൽകിയ അംഗീകാരം കൂടിയായിരുന്നു. ഒരു വിവാഹവേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോയി നാട്ടുകാർ കേൾക്കെയാണ് മുഖ്യൻ അംഗീകാരം ഔദ്യോഗികമായി എനിക്ക് കൈമാറിയത്. സ്ഥിരമായി കിട്ടുന്ന തൊഴിലും ക്ലിപ്തമായ വരുമാനവും ജീവിതത്തിലുണ്ടാക്കുന്ന സ്വാസ്ഥ്യവും അച്ചടക്കവും എന്തെന്നറിഞ്ഞ മുഖ്യൻ താൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൊച്ചു സമൂഹത്തെ സാധ്യമാകും വിധം ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ ബദ്ധശ്രദ്ധനായി. അദ്ദേഹം എന്നോട് അഭ്യർത്ഥനയോളം പോന്ന ഒരാവശ്യമുന്നയിച്ചു. ഫാക്കി, നീ പഠിക്കാൻ മിടുക്കരായി ഇവിടുത്തെ 10 ചെറുപ്പക്കാരെ ഇന്ത്യയിൽ കൊണ്ടുപോയി ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം. അതിന് വരുന്ന ചെലവ് നീ അന്വേഷിച്ചു പറയണം. ഞാനതെങ്ങനെയും ഉണ്ടാക്കിത്തരാം.
വിദ്യാഭ്യാസമുള്ള തലമുറകൾ ഉണ്ടാകണം. അവരിലൂടെയേ ഒരു രാജ്യം നിലനിൽക്കുകയുള്ളൂ. അദ്ദേഹത്തോട് വല്ലാത്തൊരു ആദരവ് തോന്നി. ഇത്തരം തെളിഞ്ഞ വീക്ഷണമുള്ള നിസ്വാർത്ഥരായ ആളുകൾ വേണം നേതൃത്വത്തിലേക്ക് വരേണ്ടത്. 7 പേർക്ക് ഇന്ത്യയിൽ ബാംഗ്ലൂരിൽ പഠിക്കാനുള്ള ഏർപ്പാടുകൾ വൈകാതെ ഞാൻ ചെയ്തു. അതിൽ 3 കുട്ടികളുടെ പഠനച്ചെലവ് സ്വയം ഏറ്റെടുത്തു. ഖുർആൻ മനഃപ്പാഠമാക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വിദ്യാഭ്യാസമെന്ന് കരുതിപ്പോകുന്ന ഒരു സമൂഹത്തിൽ നിന്ന് പുറത്തു കടന്ന ആ 7 പേർക്ക് വിപ്ലവകാരികളുടെ പരിവേഷമാണെന്ന് ചാർത്തിക്കിട്ടിയത്. വെയിലിന്റെ സാന്ദ്രത നോക്കിയും ചായുന്ന നിഴൽ നോക്കിയും കൃത്യമായി സമയം പറയുന്നവർക്കിടയിൽ നിന്ന് എഞ്ചിനീയർമാർ ഉണ്ടാകുന്നത് എത്ര രസകരമായ പരിണതിയായിരിക്കുമെന്ന് പറഞ്ഞ് മുഖ്യൻ ആ ആനന്ദം പങ്കുവച്ചത് ഒരു ആർദ്രാനുഭവമായി. ഞാൻ യമനിൽ ചെലവഴിച്ച ആദ്യഘട്ടത്തിലാണ് ഇതെല്ലാം സംഭവിച്ചത്. ദുബായ്ക്ക് മടങ്ങി ഒരു 8 മാസം കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ആ ഗ്രാമീണർ സ്വയം പര്യാപ്തതയിലേക്ക് വളർന്നിരുന്നു. എന്റെ പ്രവർത്തന രീതികളൊക്കെയും മുഖ്യൻ ഒരു നോട്ട്ബുക്കിൽ വിശദമായി കുറിച്ചുവച്ചതിനെ ആധാരമാക്കിയാണ് അവർ അത് സാധിച്ചതെന്നറിഞ്ഞപ്പോൾ അതിശയവും സന്തോഷവും തോന്നി. ഒപ്പം ദുഃഖകരമായ ഒരു വാർത്തയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മുഖ്യൻ 4 മാസം മുമ്പ് മരണപ്പെട്ടു. എന്നെ സ്വീകരിച്ചത് പകരം അവരോധിക്കപ്പെട്ട മുഖ്യനാണ്. 2ാം മുഖ്യനുമായി സഹകരിച്ചും യൂണിറ്റുകൾ സ്ഥാപിച്ചു. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു. എങ്കിലും മറ്റു രാജ്യങ്ങളിലെന്ന പോലെ കൂടുതൽ യൂണിറ്റുകൾ സ്ഥാപിക്കാനോ ദീർഘകാലം അവിടെ ചെലവഴിക്കാനോ കഴിഞ്ഞില്ല. ആഭ്യന്തര പ്രശ്നങ്ങളാൽ യമൻ നാൾക്കുനാൾ കലുഷിതമായി തീർന്നതാണ് കാരണം. പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നൊരു വിഭാഗവും പാരമ്പര്യത്തിൽ അഭിമാനം കൊണ്ട് അതിൽ ഉറഞ്ഞുകിടക്കുന്ന മറ്റൊരു വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ രാജ്യത്തിന്റെ ശാന്തതയും അഭിവൃദ്ധിയും കെടുത്തിക്കൊണ്ടിരുന്നു. സമവായങ്ങളില്ലാത്തിടത്ത് സമാധാനമുണ്ടാകുന്നതെങ്ങനെ? സമാധാനം നിലനിൽക്കാത്ത രാജ്യത്ത് സംരംഭങ്ങൾ ഉണ്ടാകില്ല, തൊഴിലവസരങ്ങളും ഉണ്ടാകില്ല. ഭൂമിശാസ്ത്രപരമായി അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമാണ് യമൻ. ഇരുവശവും കടലിനാൽ ചുറ്റപ്പെട്ട യമൻ ഒരു കാലത്ത് ലോകത്തേറ്റവുമധികം മീൻ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിരുന്നു. 100 കണക്കിന് എക്സ്പോർട്ട് കമ്പനികൾ പ്രവർത്തിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ ആ പ്രതാപമൊക്കെ ഇപ്പോൾ പോയിരിക്കുന്നു. പ്രകൃതി വിഭവങ്ങളെ ഉപയോഗപ്പെടുത്താൻ അറിയാത്ത, വംശീയതയും പ്രയോജനകരമല്ലാത്ത പാരമ്പര്യവും പരിപാലിക്കപ്പെടുന്ന ഏതൊരു രാജ്യത്തിനും എന്തു സംഭവിക്കുമോ അതുതന്നെയാണ് യമനിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കത്തിയൊഴിഞ്ഞ കഞ്ചറിനോടാണ് ഇന്നതിന് സാമ്യം.